അത് കിട്ടിയിട്ടുണ്ടാകും. ഇവർ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ഇവരത് ആലോചിച്ചു. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ 1ാം ക്ലാസ് തൊട്ട് ഈ PG വരെ നമ്മൾ ഹോസ്റ്റലിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ പുതിയ തലമുറ ഞങ്ങൾക്ക് അത്യാവശ്യം ഈ കൾച്ചറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇതിനിടയ്ക്ക് ഏത് തലമുറയ്ക്കാണ് ഇത് വിട്ടുപോയെന്ന് അതും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നത് ചർച്ച ചെയ്യാം. എന്താ സംഭവം? അമ്മ ഒരു മിനിറ്റ്. ഈ ഹോസ്റ്റലുകൾ ശരി തന്നെ. ഈ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ ഇവിടുത്തെ വീടുകളിൽ നിന്നാണ് ഹോസ്റ്റലിലോട്ട് പഠിക്കാൻ പോകുന്നത്. ഇല്ലാണ്ട് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിടുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മുടെ ഈ പാട്ടുകളും ഡാൻസുകളും ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ വളർന്ന് മുന്നോട്ട് പോകുന്നത്. പഠിപ്പിന്റെ ആവശ്യത്തിന് നമ്മൾ പുറത്തു പോകുന്നുണ്ട്, അത് ശരി തന്നെ. എന്ന് വെച്ചത് മൺമറഞ്ഞൊന്നും പോകുന്നില്ല. എല്ലാ ആളുകളിലും ഈ കല എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട്. ഇല്ലാണ്ട് അതെങ്ങനെ മറഞ്ഞൊന്നും പോകുന്നില്ല. നമ്മൾ ഈ പറയുന്നവരെ അത് മുന്നോട്ട് പോയി അങ്ങനെയാണ് ആനയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം. എല്ലാ ആളുകളുടെ ഉള്ളിലും ഈ കല എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട്, സംസ്കാരവും ഉണ്ട്. പിന്നെ ഈ ഉപജീവനത്തിന്റെ ഇതായിട്ട് പോകുന്ന സമയത്ത് പകുതി ആളുകൾ ഓരോ ജോലി കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെയുള്ള ഏകദേശം എല്ലാ ആളുകൾക്കും ഇതിനെക്കുറിച്ച് ആ ബോധമുണ്ട്, ആ ഒരു സംസ്കാരത്തിന്റെ ഇതുമുണ്ട്. ഇതിപ്പോൾ ഈ പറഞ്ഞ അവസാനം ഇല്ലാണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനു വേണ്ടി കല അക്കാദമിക്കലായി പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച് ഇപ്പോൾ ഇറങ്ങി കലയ്ക്ക് വേണ്ടി എൻ്റെതായ രീതിയിൽ നമ്മളൊരു കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ നമ്മുടെ കലം വിട്ടിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെറുക്കന്മാർ കൊട്ടുകൊട്ടിട്ട് പല ഭാഗത്തേക്ക് പോകുന്നത്? അതെങ്ങനെയാണ് വളർന്നത്? നമ്മുടെ കല തന്നെ ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് ജീവിക്കാൻ പറ്റും. അതായത് നമ്മുടെ കല തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റും. ഒട്ടും നമുക്ക് പാരമ്പര്യമല്ല, അത് ശരിയാണ്. പക്ഷെ അത് അവർക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി അങ്ങനത്തെ കൊട്ടുകളിലോട്ട് അവർ മാറി.